ഞാൻ സൂരജ് ഗുപ്ത ട്രാവൽ ആൻഡ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എളുപ്പത്തിൽ എങ്ങനെ നമുക്ക് പരിപ്പുവട ഉണ്ടാക്കാം എന്നുള്ളതാണ്. ഇത് കുതിർത്തിയ പരിപ്പാണ്, കടലപ്പരിപ്പ്. കടലപ്പരിപ്പ് നമ്മൾ ഗ്രൈൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് മിക്സിയിലേക്ക് ഇടുന്നത്. അതൊരു പേസ്റ്റ് രൂപത്തിലാക്കണം. മിക്സിയിലിട്ടൊന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കുന്നു. നമുക്ക് ഏകദേശം ഈ പരുവത്തിലായി കിട്ടുന്നു. സോ നമ്മളത് സെർവ് ചെയ്തു. നമ്മൾ ആ ചെറുള്ളി, വറ്റലമുളക്, ഇഞ്ചി, മല്ലിയില ലേശം, കറിവേപ്പില, ഇതൊക്കെ നമ്മൾ പേസ്റ്റ് രൂപത്തിലാക്കുക. പേസ്റ്റ് അല്ല, ചെറിയൊരു സെമി പേസ്റ്റ് രൂപത്തിൽ. ബാക്കിയുള്ളതൊക്കെ നമുക്ക് അരിയാൻ വേണ്ടിയിട്ടാണ്. വലിയ സവാള അരിയാൻ വേണ്ടി വെച്ചിരിക്കുകയാണ്. മല്ലിയിലയും കറിവേപ്പിലയും ആ ബൗളിലുള്ളതും അരിയാൻ വേണ്ടി വെച്ചിരിക്കുകയാണ്. എത്രത്തോളം മാക്സിമം ചെറുതായിട്ട് അരിയുക. അപ്പോൾ കാരണം ഇത് പരിപ്പടയിൽ മിക്സ് ചെയ്യാൻ പോലെ ചെറുതായിട്ട് അരിയണം. ഇത് നമ്മൾ സെമി പേസ്റ്റ് രൂപത്തിൽ അരയ്ക്കാൻ വേണ്ടി വെച്ചിരിക്കുകയാണ്. അതിലുള്ളത് കുറച്ച് കറിവേപ്പിലയും മല്ലിയിലയും ചെറുള്ളി, വറ്റലമുളക്, ഇഞ്ചി, കുറച്ച് ജീരകം, പേരിന് ഒരു സ്മെല്ലിന് വേണ്ടി. ഇത് നമ്മൾ ഓൾറെഡി അരച്ചു വെച്ചിരിക്കുന്ന പരിപ്പിലേക്ക് മിക്സ് ചെയ്യാനിടുന്നു. കുറച്ച് മുളക് പൊടി, കുറച്ച് അരിപ്പൊടി, ഒരു ലേശം വേണം. അരിപ്പൊടി എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ക്രിസ്പി ക്രഞ്ചി ഫീലിന് വേണ്ടിയിട്ടാണ്. ഉപ്പ് ആവശ്യത്തിന്. ഇതെല്ലാം കൂടി നല്ലൊരു സമ്മിശ്രത്തിൽ മിക്സ് ചെയ്യുക. ഇത് നമ്മൾ ഓൾറെഡി ചെറുതായിട്ട് നുറുക്കി വെച്ച മല്ലിയിലയും കറിവേപ്പിലയും ഉള്ളിയാണ്, ഒരു ഇച്ചിരി പച്ചമുളക്. നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഇതുപോലെ ചെറു ഉരുളകളാക്കിയിട്ട് ഉരുട്ടി വയ്ക്കുക. ചെറിയ ബോൾ സൈസ്. അതിനുശേഷം നമ്മൾ ചീഞ്ചട്ടി വെക്കുന്നു. ഒരല്പം വെളിച്ചെണ്ണ ഒഴിക്കുന്നു. ഈ ബോളാക്കി വെച്ചിരിക്കുന്ന ഉരുള നമ്മൾ കുറച്ച് പരിപ്പുവട രൂപത്തിൽ ഒന്ന് പരത്തി വയ്ക്കുന്നു. ഈ വീഡിയോയിൽ കാണുന്ന പോലെ ചെറുതായിട്ട് പരത്തി വയ്ക്കുന്നു. എണ്ണ തിളച്ചതിന് ശേഷം ഓരോന്നോരോന്നായിട്ട് എണ്ണയിലേക്കിടാം.
റെഡിഷ് ബ്രൗൺ കളർ ആവുന്നവർക്ക് വെയിറ്റ് ചെയ്യുക, ഒന്ന് ഇളക്കി കൊടുക്കുക. ഏകദേശം ആയി വന്നിട്ടുണ്ട്. സോ നമ്മൾ സെർവ് ചെയ്യാം. എണ്ണ നന്നായി പോകുന്നവർക്ക് വെച്ചിട്ട് സെർവ് ചെയ്യാം. യെസ്, നമ്മുടെ എല്ലാ പരിപ്പൊടി റെഡി ആയിട്ടുണ്ട്. സോ ഒന്ന് കഴിച്ചു നോക്കാം. സോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. സോ പ്ലീസ് ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ഇൻ മൈ ചാനൽ ട്രാവൽ ആൻഡ് വിഷൻ. താങ്കിങ് യു.